റഷ്യ ഉക്രൈൻ. ലാസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. റഷ്യ FAB സീരീസിലുള്ള പുതിയ തരത്തിലുള്ള ബോംബ്സ് ഉപയോഗിക്കാൻ പോവുകയാണ്. 2 ലക്ഷത്തിലധികം ബോംബുകളാണ് ഈ വർഷത്തിന്റെ അവസാനത്തിനുള്ളിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനകം റഷ്യ അവരുടെ ആക്രമണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിനു മുൻപ് FAB ബോംബ് ഉപയോഗിച്ച് കൂടുതലായും ആക്രമിക്കപ്പെടുന്ന ഒരു ഇടമായി മാറിയത് സാബ്രോസീഷ്യ ആയിരുന്നു. എന്നാൽ അടുത്ത ഘട്ടമായി കാർഖീവിൽ ഇന്നലെ ഒരു ആക്രമണം സംഭവിച്ചിട്ടുണ്ട്. കാർഖീവിൽ നടത്തിയ ഈ ആക്രമണത്തിൽ 3 പേർ മരിച്ചു. ഇവർ മരിച്ചു എന്നത് എത്രത്തോളം വലിയ വാർത്തയാണോ, അതുപോലെ തന്നെ വലിയൊരു പ്രശ്നം ഉക്രൈൻ മറ്റൊന്നുകൂടെ ഉണ്ട്. കാർഖീവിൽ വെച്ച് ഉക്രൈന്റെ വെപ്പൺസ് ഡെപ്പോ കൂടാതെ ഒരു ഡ്രോൺ മാനുഫാക്ചറിംഗ് സൈറ്റും ഈ ഒരു റഷ്യയുടെ ഗ്ലൈഡ് ബോംബ്സ് അറ്റാക്കിന് ഇരയായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ചെയ്തത് റഷ്യയുടെ പക്കൽ നിന്ന് വരുന്ന ക്രൂഡ് ആൻഡ് ഗ്യാസ് കട്ട് ചെയ്തിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നും പണം വാങ്ങി ആ പണം വെച്ചുകൊണ്ട് അതേ യൂറോപ്യൻ യൂണിയനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഗ്യാസ് വാങ്ങുന്നു. ഇങ്ങനെ അവിടെ നിന്നും വാങ്ങി ഇവിടെ കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പ്രധാനമായും റഷ്യ അവരുടെ അടുത്ത ഘട്ട Su-57 ആക്രമണം ഉക്രൈനുള്ളിൽ പദ്ധതിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. വെലാക്കിയ, കാർഖീവിനടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട നഗരം. ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധം കാരണം കൂടുതലായും ബാധിക്കപ്പെടാത്ത ഒരു പ്രദേശം. ഇടയ്ക്കിടെ ഇവിടെ റഷ്യയുടെ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടന്നാൽ കൂടിയും വലിയ രീതിയിൽ ആ പ്രദേശത്ത് നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്തിലേക്ക് റഷ്യ ഇന്നലെ 5 ഇസ്കാന്ദർ മിസൈൽസും 18ലധികം ഡ്രോണുകളും ഇതിന്റെ മധ്യഭാഗത്തേക്ക് തന്നെ അയച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഉക്രൈന്റെ പക്കൽ നിന്ന് വന്നൊരു വാർത്ത, റഷ്യ വളരെ ക്രൂരമായ ആക്രമണം നടത്തുകയാണ്. റഷ്യയുടെ ഈ ആക്രമണത്തിൽ 3 പേർ മരിച്ചു. 3 പേർ മരിച്ചുവെന്ന് മാത്രമല്ല, അവിടെയുള്ള സിറ്റി സെന്ററും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് വളരെ മോശമായ ഒരു കാര്യമാണ് റഷ്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതേ മറുപടി ഞങ്ങളും റഷ്യക്ക് നൽകും. ഇങ്ങനെ ജനങ്ങളെ ലക്ഷ്യം വെച്ച് റഷ്യ ആക്രമിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം ചോദ്യം ചെയ്യേണ്ടതാണ്. ഇങ്ങനെയായിരുന്നു ഉക്രൈന്റെ ഭാഗത്തു നിന്നും ഒരു റിപ്പോർട്ട് വന്നത്. ഇതിന് പിന്നിലെ ചില കാര്യങ്ങൾ തിരയുമ്പോഴാണ് റഷ്യ ആക്രമിച്ചത് സിറ്റി സെന്റർ ആണോ അല്ലെങ്കിൽ ഉക്രൈൻ അവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളാണോ എന്നുള്ളത് മനസ്സിലായത്. സത്യത്തിൽ ബഖലിയ എന്നത് സോവിയറ്റ് യൂണിയനുമായി വളരെ ബന്ധമുള്ളൊരു പ്രദേശമാണ്. ചില ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയാൽ ഈ സ്ഥലത്ത് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ്, പ്രധാനമായും അമ്മുനേഷൻ ഡെപ്പോസ് പോലെ ഒരുപാട് ഘടനകളുണ്ട്. കാരണം ഉക്രൈൻ എന്നത് സോവിയറ്റിന്റെ ഒരു കവചമാർന്ന രാജ്യമായിരുന്നു. കോൾഡ് വാർ സമയത്തൊക്കെ 130ലധികം അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഈ ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്നുവെന്ന് വാർത്തയുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഉക്രൈൻ അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല DIY ഡ്രോൺസ്, വളരെ കുറഞ്ഞ വിലയിൽ വളരെ ഈസിയായി നിർമ്മിക്കപ്പെടുന്ന FPV ഡ്രോൺസ്, കൂടാതെ ഫൈബർ ഓപ്റ്റിക് ഡ്രോൺസ്, ഇവയെല്ലാം ഈ പ്രദേശത്ത് നിർമ്മിക്കുന്നുണ്ട്. ഈ ഒരു റെയിൽ റൂട്ട് ആക്സസ് ചെയ്ത് ഇവരെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈസ്റ്റേൺ ഫ്രണ്ടിലേക്ക് എത്താൻ സാധിക്കും. വളരെ ഈസിയായി ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. പാസഞ്ചർ ട്രെയിനുമായി ചേർത്ത് ഈ ഡ്രോണുകളെ ഫ്രണ്ട് ലൈനിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇങ്ങനെ റഷ്യയ്ക്ക് ഒരു ഇന്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചു. ഈ ഇൻപുട്ട് ലഭിച്ചതിന് ശേഷം റഷ്യ അവരുടെ ആക്രമണം അവിടെ തുടങ്ങി വെച്ചു. ആസ് യൂഷ്വൽ അവരുടെ പക്കൽ പ്രസിഷൻ സ്ട്രൈക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇസ്കാന്ദർ മിസൈൽസ് ആണ്. ഈ ഇസ്കാന്ദർ മിസൈൽസും കൂടെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായി ഷാഹിദ് ഡ്രോൺസും ഉപയോഗിച്ചിട്ടുണ്ട്. ഷാഹിദിന്റെ മറ്റൊരു വേരിയന്റ് ആയിട്ടുള്ള ജെറാനിയൻ ഡ്രോൺസും ഉപയോഗിച്ച് ഈ ഒരു സ്ഥലത്ത് അവർ ആക്രമണം ചെയ്ത് അവസാനിപ്പിച്ചു. ഇതിൽ 5 ഇടങ്ങളിൽ ഉണ്ടായിരുന്ന അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് നശിപ്പിച്ചതായി പ്രിലിമിനറി വാർത്തകൾ പുറത്തു വന്നു. അപ്പോൾ ഉക്രൈൻ ജനങ്ങളെ എത്രത്തോളമാണോ കാരണമായി കാണിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ഇവിടെ ബാധിക്കപ്പെടുന്നു എന്ന് അവർ എത്രത്തോളം വാർത്തകളാണോ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്, അതൊന്നും റഷ്യ ശ്രദ്ധിക്കുന്നേയില്ല. കൂടാതെ റഷ്യ ഓരോ ഫൂട്ടേജും പുറത്തുവിടുന്നുണ്ട്. ഈ ഫൂട്ടേജ് ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഉക്രൈൻ അത്രത്തോളം കള്ളം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫൂട്ടേജ് ഒന്നും ഇല്ലാത്ത സാഹചര്യമാണെങ്കിലോ, റഷ്യയുടെ പക്കൽ നിന്നും ഏതൊരു വാർത്തയും പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കഥകളായിരിക്കും ഉക്രൈൻ പുറത്തുവിടുക. മറ്റൊരു മോശമായ കാര്യം, ഉക്രൈന് വേണ്ടി യുദ്ധം ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം വീണ്ടും കുറയുകയാണ്. 2023 കണക്കനുസരിച്ച് നോക്കിയാൽ 6500 മുതൽ 10000 വ്യക്തികൾ ഫ്രണ്ട് ലൈനിൽ നിന്നും യാതൊരു മുന്നറിയിപ്പും കൂടാതെ പിൻവാങ്ങിയിട്ടുണ്ട്. അതായത് ഇവർ റഷ്യൻ കൺട്രോളിലേക്ക് പോയിട്ടില്ല. സാധാരണ ഇങ്ങനെ കാണാതായവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അവർ ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ കാണാതായ ഈ ലിസ്റ്റിലുള്ള വ്യക്തികൾ ആരും തന്നെ റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പകരം ഫ്രണ്ട് ലൈനിലേക്ക് തങ്ങളെ അയക്കുകയാണ്. റഷ്യയുമായി യുദ്ധം അയക്കുകയാണെങ്കിൽ എങ്ങനെയും തങ്ങളുടെ ജീവൻ പോകുമെന്ന് മനസ്സിലാക്കി അവർ ഫ്രണ്ട് ലൈനിൽ നിന്നും പിന്നിലേക്ക് പോയിരിക്കുകയാണ്. അതായത് യുദ്ധം ചെയ്യാൻ താല്പര്യമേ ഇല്ല എന്നും പറഞ്ഞ് പിൻവാങ്ങിയ വ്യക്തികളാണ്. ഇത് 2023 കണക്കാണ്.
പക്ഷേ 2024 കണക്കനുസരിച്ച് നോക്കിയാൽ, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത കണക്കനുസരിച്ച് 2024 ജൂൺ മാസം മുതൽ 2025 ജൂൺ മാസം വരെയും 30,000-ലധികം വ്യക്തികൾ കാണാതായിട്ടുണ്ട്. ഇത് ഉക്രൈൻ്റെ മീഡിയാസ് തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്. ഇവരെ കാണാതായവരുടെ ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇവർ റഷ്യൻ ബാറ്റിലേക്ക് പോയിട്ടില്ല. അപ്പോൾ റഷ്യൻ ബാറ്റിലേക്ക് പോകാതെ ഇങ്ങനെയുള്ള വ്യക്തികൾ കാണാതാവുകയാണെങ്കിൽ അവർ കാണാതായതല്ല, അവർ അവിടം വിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. ഒരു രാജ്യത്തിന്റെ സൈന്യം ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? എത്ര തന്നെയായാലും ഫ്രണ്ട് ലൈനിൽ ചെന്ന് യുദ്ധം ചെയ്യണം. ഇതാണല്ലോ അവർക്ക് വേണ്ടി ഒരു സ്പിരിറ്റ് എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഇവരാരും സൈന്യത്തിലുള്ളവരെ അല്ല. ഈ മൊബിലൈസ് ചെയ്യുമല്ലോ, നിർബന്ധിച്ച് വരില്ല എന്ന് പറയുന്നവരെയും വലിച്ചിഴച്ച് ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവരുടെ മൊബിലൈസേഷനിൽ അകപ്പെട്ടവരാണിവർ. ഞാൻ എന്തിന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, ഞാൻ എന്തിന് നിങ്ങളുടെ ഈഗോയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യണം എന്ന് ചിന്തിച്ച് പിൻവാങ്ങിയ വ്യക്തികളാണ് ഇവരെല്ലാം. പോളണ്ട് എത്രത്തോളമാണ് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ പോളണ്ടിൽ ഉക്രൈനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെ ഒരുപാടിടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം കർഷകരുടെ പ്രതിഷേധമാണ്. കാരണം പോളണ്ട് എന്നതൊരു കർഷക രാജ്യമാണ്. ഒരുപാടിടങ്ങളിൽ കൃഷിയെ ആശ്രയിച്ചാണ് അവിടെ എക്കണോമി ഉള്ളത്. പക്ഷെ ഉക്രൈനിൽ നിർമ്മിക്കുന്ന ഈ വസ്തുക്കളൊന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആക്സസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഉക്രൈനിലുള്ള ധാന്യം പോളണ്ട് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇത് അകത്തുള്ള ഈ പോളണ്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ പ്രശ്നമാകുമെന്ന് അറിയണ്ടേ? ഞാൻ പോളണ്ടിലെ ഒരു പൗരനാണ്. ഞാൻ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ പക്കൽ ഒരു ചാക്ക് ഗോതമ്പുണ്ട്. അതേസമയം ഉക്രൈനിൽ നിന്നും ഗുഡ്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഉക്രൈന് മറ്റ് മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ പക്കൽ നിന്നും വളരെ കുറഞ്ഞ വിലയിലാണ് മറ്റു രാജ്യങ്ങൾ വാങ്ങുന്നത്. ഇപ്പൊ പോളണ്ട് അവരുടെ പക്കൽ നിന്നും ഒരു ചാക്ക് ഗോതമ്പ്, ഇപ്പൊ 100 കിലോ ഗോതമ്പ് 1000 രൂപയ്ക്ക് വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ 1 കിലോ 10 രൂപയാണ്. ഇനി പോളണ്ടിലെ ഞാൻ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച ആ ഗോതമ്പ് അത് എത്രത്തോളം കഷ്ടപ്പെട്ട് ഞാൻ ഉൽപ്പാദിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ എന്റെ ആ ഒരു ചാക്ക് ഗോതമ്പിന് 2000 രൂപ വില കൊടുക്കുകയാണ്. 2000 തന്നാൽ മതി, ചെറിയ മാർജിൻ ലഭിക്കുമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഉക്രൈനിൽ നിന്നും 1000 രൂപയ്ക്ക് വരുന്ന ഈ ഒരു ചാക്ക് ഗോതമ്പ് ഇവർ ചെറിയൊരു മാർജിൻ കൂട്ടി 1200 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കിലോ 12. അതേസമയം ഞാൻ എൻ്റെ ചാക്ക് 2000 കൊടുക്കുന്നു. അപ്പോൾ 1 കിലോ 20 രൂപ. ഇപ്പൊ അവിടെയുള്ള ജനങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക? 20 രൂപ കൊടുത്ത് ഇവിടെ നിന്നും വാങ്ങണോ, 12 രൂപ കൊടുത്ത് അവരുടെ പക്കൽ നിന്നും വാങ്ങണോ? ഈസിയായി അവർക്ക് ആ ഒരു വസ്തു ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ എനിക്കാണ് പ്രശ്നമുണ്ടാകുന്നത്. പോളണ്ടിലെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾക്കാണ് ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് പോളണ്ടിലുള്ള ഒരു കർഷകന്റെ പ്രശ്നമല്ല, മുഴുവൻ കർഷകരുടെയും പ്രശ്നമാണ്. അങ്ങനെ പോളണ്ടിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ഉക്രൈന് സഹായം ചെയ്യുന്നതൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കണം, അവരുടെ പ്രശ്നം അവർ തന്നെ നോക്കിക്കൊള്ളട്ടെ, അവരുടെ പക്കൽ നിന്നും ഏതൊരു ഇമ്പോർട്ടും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അവർക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടമായി തന്നെ അത് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോളണ്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണുള്ളത്. ഒന്നുകിൽ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളെ എതിർത്ത് അവരെ സഹായിക്കുക, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ പറയുന്നത് കേട്ട് സ്വന്തം രാജ്യത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടുപോവുക. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് പോളണ്ട് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം അവരെന്താ ചെയ്യാൻ പോകുക എന്ന്. അടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഉക്രൈൻ റഷ്യയുടെ പക്കൽ നിന്നും എനർജി പ്രോഡക്ട്സ് വാങ്ങുന്നില്ല, ഗ്യാസ് വാങ്ങുന്നില്ല, ക്രൂഡ് വാങ്ങുന്നില്ല. യൂറോപ്യൻ യൂണിയന്റെ പക്കൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ വാങ്ങണമെങ്കിൽ ഉക്രൈന് പണം വേണമല്ലോ. ഇവർ ആയുധങ്ങൾ ലോണായി നൽകുന്നുണ്ട്. പക്ഷേ എനർജി പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന് ലോണിന് നൽകാൻ തയ്യാറല്ല. അതിനാൽ ചെയ്യുന്നത്, അടുത്തിടെ ഉക്രൈന്റെ എനർജി സെക്ടറിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ 1.2 ബില്യൺ നൽകി. റീസെന്റായി സെലൻസ്കിയുടെ ഓഫീസിൽ നിന്നും ഇത് സംബന്ധിക്കുന്ന ചില പോസ്റ്റ് കൺഫർമേഷനും പുറത്തു വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉക്രൈന് നൽകിയ ഒരു എമൗണ്ട് വെച്ച് തന്നെ അവർക്ക് ആവശ്യമായ ഗ്യാസ് പ്രോഡക്ട്സും ക്രൂഡ് ഓയിൽ, ഡീസൽ പോലുള്ള വസ്തുക്കളെല്ലാം ഉക്രൈൻ യൂറോപ്യൻ യൂണിയന്റെ പക്കൽ നിന്നും വാങ്ങുന്നുണ്ട്. ഇതിലിപ്പോൾ എന്താണ് പ്രശ്നമുള്ളത്? യൂറോപ്യൻ യൂണിയൻ ഉക്രൈന് സെയിൽസ് ചെയ്യുകയാണ്. ഇങ്ങനൊരു സെയിൽ ചെയ്യുന്നത് സാധാരണ കാര്യം തന്നെയല്ലേ? ലോണായി നൽകിയാൽ ഇവർ ചിലവ് ചെയ്യും. അതുകൊണ്ട് പണമായി നൽകി അതേ പണം ഇവർ വാങ്ങിയിട്ട് അവർക്ക് ആവശ്യമായ വസ്തുക്കൾ കൊടുക്കുന്നു. അതായത് അമേരിക്ക ഫോളോ ചെയ്യുന്ന അതേ സ്ട്രാറ്റജി ഇവരും ഫോളോ ചെയ്യുന്നു. ഇതിലെന്താണ് പ്രശ്നമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഉക്രൈൻ വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഗ്യാസ് ആണ്. അവരുടെ ക്രൂഡ് ആണെങ്കിൽ പ്രശ്നം ഇല്ല. ഇവിടെ യൂറോപ്യൻ യൂണിയന് നൽകുന്നത് ഹംഗേരിയാണ്. ഹംഗേരി യൂറോപ്യൻ യൂണിയനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം. അപ്പോൾ ആ സംഘടനയിലെ ഗ്യാസ് തന്നെയല്ലേ ഉക്രൈൻ നൽകുന്നത്? ഇതിലിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഹംഗേരി ആരുടെ പക്കൽ നിന്ന് വാങ്ങുന്നു എന്നറിയണ്ടേ? ഹംഗേരി റഷ്യയുടെ പക്കൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ പിന്നെ അതെങ്ങനെയാണ് യൂറോപ്യൻ യൂണിയന്റെ ഗ്യാസായി മാറുക? സാധാരണ ചില വസ്തുക്കളുടെ പ്രോഡക്ട്സിന്റെ ഒക്കെ സ്റ്റിക്കർ മാത്രം മാറ്റിയിട്ട് ഇത് എന്റെ വസ്തുവാണ്, പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറയില്ലേ? അതേ കഥ തന്നെയാണ്. റഷ്യയുടെ പക്കൽ നിന്നും ഹംഗേരി വാങ്ങുന്നു, ഹംഗേരിയുടെ പക്കൽ നിന്നും യൂറോപ്യൻ യൂണിയൻ വാങ്ങുന്നു. യൂറോപ്യൻ യൂണിയനിലേക്ക് ആ ഗ്യാസും ക്രൂഡും വരുമ്പോൾ അത് യൂറോപ്യൻ യൂണിയന്റേതായി മാറുന്നു. യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് മുഴുവനായും ലേബൽ മാറി കൂടുതൽ പണം കൊടുത്ത് വാങ്ങുകയും ചെയ്യുന്നു.
പ്രോപ്പറായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് റഷ്യയുടെ പക്കൽ നിന്ന് തന്നെയല്ലേ വാങ്ങുക ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട്. അപ്പോൾ ഉക്രൈൻ എന്ന രാജ്യത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിയുക എന്നതിനപ്പുറം ഉക്രൈനെ വെച്ച് ഒരുപാട് രാജ്യങ്ങൾ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാജ്യം അമേരിക്ക, പിന്നെ യൂറോപ്യൻ യൂണിയൻ ആണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഷ്യ അവരുടെ ഗ്ലൈഡ് ബോംബ്സിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബഖാല പ്രദേശത്ത് നടന്ന ആക്രമണം അതിനൊരു ഉദാഹരണമായി മാറിയിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ബോംബ്സ് ഡെയിലി ഉക്രൈനിലേക്ക് പോവുകയാണെങ്കിൽ ഉക്രൈൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം പൂർണ്ണമായും കൊളാപ്സ് ആകും. റഷ്യയ്ക്ക് വീണ്ടും അതൊരു നേട്ടമായി തന്നെ മാറും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.